അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വജമീഇ മശായിഖിനൽ അസ്ഹരിയത്തി ശാലിയാത്തിയ വജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങളിൽ നിന്ന് ആറാമത്തെ രോഗം ഹുബ്ബുൽ ജാഹി, സ്ഥാനത്തെ ആഗ്രഹിക്കുക. അതോടുകൂടെ മറ്റൊരു രോഗമാണ് ശുഹ്റത്തും ഇസ്സത്തും ആഗ്രഹിക്കുക. എനിക്ക് വലിയ ഒരു സ്ഥാനം കിട്ടണം എന്നും അതോടുകൂടെ ഞാൻ എല്ലാ സ്ഥലത്തും അറിയപ്പെടണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുക. അത് മനസ്സിൻ്റെ വലിയൊരു രോഗമാണ്. ശുഹ്റത്തിനിക്ക് തന്നെ അതുപോലെ ഹുബ്ബുൽ ജാഹ്, അത് ഒരു വലിയ ഒരു സൽക്കർമ്മമായി നാം ചെയ്യുന്ന വലിയ ഒരു ദീനി ഖിദ്മത്തായി നമുക്ക് തോന്നുന്നു. സത്യത്തിൽ മനസ്സിൽ ഹുബ്ബുൽ ജാഹ് അതുപോലെ ഹുബ്ബുൽ ശുഹ്റത്ത്, ത്വലബു ശുഹ്റത്ത് ഉണ്ടെങ്കിൽ അത് മനസ്സിൻ്റെ വലിയ ഒരു രോഗമാണ് എന്നും നാം മനസ്സിലാക്കണം. ഈ ഉപദേശങ്ങളിലെല്ലാം നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ നാം പരിശ്രമിക്കുകയും മഹത്തുക്കൾ പഠിപ്പിച്ച റൂട്ടിലൂടെ അത് ചികിത്സ നടത്തുകയും ചെയ്യണം എന്നാണ്. മറ്റുള്ളവരെ നോക്കി ഒരിക്കലും നമ്മൾ അവർ ഹുബ്ബുൽ ജാഹിൻ്റെ ആളുകളാണ്, ത്വലബു ശുഹ്റത്തിൻ്റെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുമ്പോൾ സൂഉല്ലന്ന് എന്ന് പറയുന്ന മനസ്സിൻ്റെ ഒരു രോഗം കൂടി നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നു. തെറ്റിദ്ധാരണ എന്ന് പറയുന്ന അതും മനസ്സിൻ്റെ ഒരു രോഗമാണ്. അതുകൊണ്ട് ഹുബ്ബുൽ ജാഹ്, സ്ഥാനത്തെ ആഗ്രഹിക്കുക, ഇസ്സത്തിനെ ആഗ്രഹിക്കുക എന്ന രോഗം ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ 3-ാം വാല്യത്തിൽ അത് വിശദമായി പറയുന്നുണ്ട്. ഹുബ്ബുൽ ജാഹ് എത്രമാത്രം മോശമാണ് എന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ശുഹ്റത്ത് അതിൻ്റെ ഉദ്ദേശം ജനങ്ങളെ മനസ്സിൽ സ്ഥലം പിടിക്കുക. ഈ ഒരു ആഗ്രഹം എല്ലാ ഫസാദിൻ്റെയും അടിത്തറയാണ്, എല്ലാ ഫസാദിൻ്റെ ഒരു വേരാണ് എന്നും അതുകൊണ്ട് നമുക്ക് വളരെ അത്യാവശ്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഹുബ്ബുൽ ജാഹ്, അതായത് ശുഹ്റത്തിൻ്റെ ആഗ്രഹം. അതിനെ നിയന്ത്രിക്കാൻ നമ്മൾ ധാരാളം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആ ഹദീസുകളിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ നാശങ്ങളും എപ്പോഴും ചിന്തിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബു ദമ്മിൽ ജാഹി വർ റിയാ ബയാനു ഫളീലത്തിൽ ഖുമൂൽ വിശദമായി പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലു ഇമ്രാൻ 188-ാമത്തെ അതേ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ ഹുബ്ബുൽ ജാഹുമായി ബന്ധപ്പെട്ടതും നാം ചിന്തിക്കേണ്ടതുണ്ട്. ലാ തഹ്സബന്നല്ലദീന യഫ്റഹൂന ബിമാ അതൗ വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ് വലഹും അദാബുൻ അലീം. അതായത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, അല്ലദീന ഒരുത്തരെ യഫ്റഹൂന ബിമാ അതൗ, അവർ ചെയ്യുന്നത് അവർ സന്തോഷിക്കുന്നു, ചെയ്യുന്നത് കൊണ്ട് സന്തോഷിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വിചാരിക്കരുത്. വയുഹിബ്ബൂന അൻ യുഹ്മദൂ ബിമാ ലം യഫ്അലൂ, പ്രവർത്തിക്കാതെ സ്തുതിക്കപ്പെടലിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെയും നിങ്ങൾ വിചാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഫലാ തഹ്സബന്നഹും ബിമഫാസത്തിൻ മിനൽ അദാബ്, അവർ അദാബിനെ തൊട്ട് ദൂരത്താകും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായിരിക്കുന്ന ശിക്ഷ ഉണ്ട് എന്ന് സൂറത്ത് ആലു ഇമ്രാൻ 188-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം. മുമ്പ് 5-ാമത്തെ രോഗത്തിൽ വിശദീകരിച്ചതുപോലെ ഈ ആയത്ത് യഹൂദികളെ വിഷയത്തിൽ ഇറങ്ങുകയും മാത്രമല്ല അവർ വഞ്ചിക്കാനും ചതിക്കാനും പേപ്പിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുകയും അതോടുകൂടെ അവരില്ലാത്ത മഹത്വം അവർ പറയാൻ അവരെക്കുറിച്ച് പറയാൻ അവർ ഇഷ്ടപ്പെടുമായിരുന്നു എന്നും മാത്രമല്ല ഇതിൽ ഉജിബിനെ സംബന്ധിച്ചും അതുപോലെ കളവായ മഹത്വം പറയലിനെ തൊട്ടൊക്കെ വഈദ് പേടിപ്പിക്കലുണ്ട് എന്നും ഈ ആയത്തിൻ്റെ വിശദീകരണം മഹാന്മാരൊക്കെ പറഞ്ഞു എന്ന് 5-ാമത്തെ ദിറാസയിൽ 5-ാമത്തെ മനസ്സിൻ്റെ രോഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഹുബ്ബുൽ ജാഹ് മോശമാകാൻ, ഒരു മനുഷ്യൻ മോശമാകാൻ ഇത് തന്നെ മതി എന്ന് ഒരുപാട് ഹദീസുകളും മറ്റും നമുക്ക് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തി കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
ഒരാളെ സംബന്ധിച്ച് മോശമാണെന്ന് ചിന്തിക്കാൻ ഇത്ര മതി. ജനങ്ങൾ അവന്റെ ദീന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിൽ അവനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ, അവന്റെ മഹത്വം പറയുന്നുണ്ടോ, അത് തന്നെ അവന്റെ മോശമാകാണ്ടതൊരു കാരണമാകുമെന്ന് ഒരു ഹദീസ്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ശുഅബുൽ ഈമാൻ ബാബും ഫി ഇഖ്ലാസുൽ അമലി ലില്ലാഹി 6977 ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സയ്യിദുന അമീറുൽ മുഅ്മിനീൻ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ചെലവാക്കുക, പക്ഷേ നിങ്ങൾ ശുഹൂറത്തിനെ ആഗ്രഹിക്കരുത്. അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കാതെ നിങ്ങൾ ചെലവാക്കണം. നിങ്ങളെ ശഖ്സിയത്തിനെ, നിങ്ങളെ സ്ഥാനത്തിനെ ഉയർന്നതായി കാണണം, നിങ്ങൾ ഉയർത്തരുത്. നിങ്ങളുടെ ശഖ്സിയത്തിനെ നിങ്ങൾ വലിയതായി നിങ്ങൾ ആക്കരുത്. നിങ്ങളെ എല്ലാവരും പറയണം, നിങ്ങളെ മഹത്വം പറയണം എന്ന നിലക്ക് നിങ്ങൾ ആകരുത്. മാത്രമല്ല ജനങ്ങൾ നിങ്ങൾ അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾ സ്വന്തത്തെക്കുറിച്ച് മറച്ചു വെക്കുക. നിങ്ങൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പല നിലക്കും രക്ഷപ്പെടും എന്നും, അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹുബ്ബുൽ ജാഹിനത്തിൽ രക്ഷപ്പെട്ടാലുള്ള ഒരുപാട് മഹത്വം പറഞ്ഞത് ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇഹിയയുടെ മുഖ്തസറായ ലുബാബുൽ ഇഹിയ 273 പേജിൽ വിശദമായി പറഞ്ഞത് കാണാം. അതുപോലെ ഹുബ്ബുൽ ജാഹ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും അതേ സ്ഥാനത്ത് ഹുബ്ബുൽ ജാഹിന്റെ ഓപ്പോസിറ്റ് ജനങ്ങൾ അടുക്കൽ പ്രസിദ്ധമാകാതിരിക്കുക എന്ന് പറഞ്ഞ വലിയൊരു മഹത്വമാണ്. റുയാൻ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, അൽ ഖുമൂലു നിഅമത്തുൻ വശുഹറത്തു ആഫത്തുൻ. ഷുഹറത്ത് എന്ന് പറയുന്നത്, അറിയപ്പെടാ എന്ന് പറയുന്നത്, അതൊരു വലിയൊരു നാശമാണ്. ഖുമൂല്, അറിയപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയൊരു നിഅമത്താണെന്ന് റുയാൻ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവുൽ ഹദീസിലേക്ക് പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും എന്നാൽ ചില ആളുകൾക്ക് ദീനിന്റെ ദഅവത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ചില ആളുകളെ മഷ്ഹൂറാക്കും. അതിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനമൊന്നുമില്ല, ഇയാളത് ആഗ്രഹിക്കുമെന്നില്ല. പക്ഷേ ദീനി ഖിദ്മത്തിന്റെ കാരണം കൊണ്ട് അറിയപ്പെട്ടു, ഗ്രന്ഥരചനകളെ കാരണം കൊണ്ടിട്ട് അറിയപ്പെട്ടു, അല്ലെങ്കിൽ മറ്റു സൽക്കർമ്മങ്ങളുടെ പ്രവർത്തനം ദീനി ദഅവത്തും സുന്നത്തമായത്തിന്റെ ശക്തിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അറിയപ്പെട്ടാൽ അത് പ്രശ്നമില്ല. അതേ സ്ഥാനത്ത് ഹുബ്ബുൽ ജാഹിന് നമുക്ക് ഉണ്ടാകാൻ പാടില്ല, സ്ഥാനം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതാണ് വളരെ മോശപ്പെട്ടത് എന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ബിശ്ർ ഹാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, ഒരാള് ശുഹറത്തിനെ ആഗ്രഹിക്കലോടുകൂടെ അവന്റെ ദീന് സലാമത്താകും എന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതായത് ശുഹറത്തിന് ആഗ്രഹിക്കാണ്, ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കും ചെയ്യാണ്, എന്നിട്ട് അയാൾ ദീന് ഖറാബാകാതിരിക്കുക, പിന്നെ അയാൾ ദലീലാകാതിരിക്കുക, അങ്ങനെ ഒരാളെ ഞാൻ കാണുകയില്ല എന്ന് സയ്യിദുന ബിശ്ർ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ കിതാബു ദമ്മിൽ ജാഹി വറിയാ ബയാനു ദമ്മി ശുഹറത്ത് എന്ന അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ഏതായാലും ഈ ഹുബ്ബുൽ ജാഹുമായി ബന്ധപ്പെട്ട നാം പ്രത്യേകിച്ചും ഒരുപാട് മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് കാവൽ തേടുകയും മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ റിസാലത്തുൽ ഖുശൈരിയ 135 പേജിൽ പറഞ്ഞ ഒരു ചരിത്രം കാണാം. സയ്യിദുന അബൂ മുഹമ്മദ് മുർത്തഇശ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂ മുഹമ്മദ് മുർത്തഇശ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരുപാട് ഹജ്ജുകൾക്ക് പോയി. ഒരുപാട് ഹജ്ജുകളെ കൂട്ടത്തിൽ അധിക യാത്രയിലും ഭക്ഷണമൊന്നുമില്ലാതെയാണ് ഞാൻ യാത്ര ചെയ്തത്. ഭക്ഷണമൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല, അതില്ലാതെ തന്നെയാണ് യാത്ര ചെയ്തത്. പക്ഷേ ഇതെല്ലാം എനിക്ക് ആ ത്യാഗങ്ങളൊക്കെ ഞാൻ സഹിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് ആ ത്യാഗങ്ങളൊക്കെ നഫ്സിന്റെ വഞ്ചനയാണെന്ന് മനസ്സിലായി. കാരണം എന്താ, ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നോട് ഒരു വെള്ളത്തിന്റെ കുടപ്പാൻ എന്ന് പറയുന്ന ആ വെള്ളത്തിന്റെ കൊടയിൽ വെള്ളം കൊണ്ടുവരാൻ എൻ്റെ ഉമ്മ എന്നോട് കൽപ്പിച്ചു. ഒരു കൊടുപ്പാൻ, ഒരു ഒരു പാത്രത്തില് ആ കൊടയിൽ ഒരു വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നഫ്സിനിക്ക് അത് വലിയ ഒരു ഭാരമായി തോന്നി. ആകയാൽ എനിക്ക് മനസ്സിലായി, ഹജ്ജ് യാത്രയിൽ എൻ്റെ നഫ്സ് എന്നോട് മുവാഫഖത്ത് ചെയ്തത്, എല്ലാ വിഷയം യോജിച്ചത്, അത് വെറും ലദ്ദത്ത് കിട്ടാൻ വേണ്ടി, നഫ്സിന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി മാത്രമായിരിക്കും. എന്നെ വഞ്ചിച്ചതാണ് നഫ്സ്. അല്ലാതെ എൻ്റെ നഫ്സ് ശരിക്കും പാഠം പഠിക്കുകയാണെങ്കിൽ
എൻ്റെ ഉമ്മ എന്നോട് വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ എനിക്കതൊരു ഭാരമാവ് തോന്നുകയില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അപ്പോൾ മൂത്തു ഖബലൻ തുമീത്തു, നിങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് മരിക്കണം. കള്ളത്തുരീക്കത്തുകാർ പല നിലക്കും അർത്ഥം വെക്കുന്ന സംഭവം അത്. എന്നാൽ നഫ്സിനെ മരിപ്പിക്കണം. നമ്മുടെ നഫ്സിന്റെ ആഗ്രഹം നമ്മൾ വീട്ടാതെ നഫ്സിന്റെ ഓപ്പോസിറ്റ് നടന്നുകൊണ്ട് നഫ്സിനെ പാഠം പഠിപ്പിക്കണം. മുഖാലഫത്തുൻ നഫ്സി റഅസുൽ ഇബാദാത്ത്, മുഖാലഫത്തുൻ നഫ്സി റഅസുൽ ഇബാദാത്ത്. ഇബാദത്തിന്റെ അടിത്തറയാണ്, ഇബാദത്തിന്റെ ഒരു തലയാണ്, ഹെഡാണ് നഫ്സിനോട് പാഠം പഠിപ്പിക്കുക, നഫ്സിലേക്ക് എതിർ നടക്കുക. അപ്പൊ നഫ്സ് അവിടെ എല്ലാ നിലക്കും ഹജ്ജ് വേളകളിലെല്ലാം എന്നോട് യോജിപ്പുള്ള നഫ്സ് എൻ്റെ ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഉമ്മാനെ അനുസരിക്കാതെ എനിക്കത് ഭാരമായി എന്നെ നഫ്സിലേക്ക് തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായി നഫ്സ് ശരിക്കും ഫനാ ആയിട്ടില്ല, നഫ്സ് ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇതെല്ലാം നഫ്സിന്റെ വഞ്ചനയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബു മുഹമ്മദ് മുർത്തഇശ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ അബുൽ ഖാസിം അൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹി അർ-റിസാലത്തുൽ ഖുശൈരിയ 135 പേജിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം ഉമ്മ പറയുമ്പോഴും ഉപ്പ പറയുമ്പോഴും നമുക്ക് ലാ ത്വഅത ലി മഖ്ലൂഖിൻ ബി മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖിനിക്ക് മാറ് കാണിക്കാത്ത ഏത് വിഷയം പറഞ്ഞാലും അനുസരിക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ ആ നിലക്ക് നമ്മൾ ഒരു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നഫ്സിനിക്ക് ഒരു ഭാരമായി തോന്നിയപ്പോൾ മഹാനവറുകൾ ഇത് ചിന്തിച്ചു പോയി, ഇത് നഫ്സ് എനിക്കും എൻ്റെ നഫ്സ് ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല, നഫ്സ് ഫനാ ആയിട്ടില്ല, ഇതെല്ലാം നഫ്സിനിക്ക് ഒരു ലദ്ദത്ത് കിട്ടാൻ വേണ്ടി എന്നെ വഞ്ചിച്ചതാണ്. അങ്ങനെയാണ് യാത്രവേളയിലൊന്നും പ്രശ്നമില്ല, അതേ സ്ഥാനത്ത് ഉമ്മ പറയുമ്പോൾ അത് ഭാരമായി തോന്നിയത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ മുഹമ്മദ് മുർത്തഇശ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നാം ചിന്തിക്കണം, ഹുബ്ബുൽ ജാഹിന്റെ ലദ്ദത്ത് ഇബാദത്തിന്റെ മശഖത്തിനെല്ലാം എളുപ്പമാക്കാറുണ്ട്. നാം ചിന്തിക്കേണ്ടതുണ്ട്. ചില സമയത്ത് ജനങ്ങളോടൊക്കെ നല്ല നിലയിൽ പെരുമാറും. ചിലപ്പോൾ നമ്മളൊക്കെ ജനങ്ങളോടെല്ലാം നല്ല നിലയിൽ പെരുമാറും, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് സ്വന്തം മാതാപിതാക്കളോട് നാം ചിന്തിക്കണം, ഹുബ്ബുൽ ജാഹിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെത്തിടണം. പുറത്തു പോയാൽ ജനങ്ങളോടെല്ലാം നല്ല പെരുമാറ്റമായിരിക്കും. അതേ സ്ഥാനത്ത് വീട്ടിൽ കയറിയാൽ മാതാപിതാക്കളോട്, സഹോദര സഹോദരിമാരോട്, മക്കളോട്, ഭാര്യ മക്കളോടെല്ലാം പെരുമാറ്റം കണ്ടാൽ ഒരു അക്രമികളുടെ സ്വഭാവമായിരിക്കും, ഒരു പരിഷ്കാരമില്ലാത്ത ആ കട്ടി മനസ്സുള്ള ഒരു ശൈലിയായിരിക്കും നമ്മുടെ സംസാരങ്ങളെല്ലാം. എന്നാൽ അതേ സ്ഥാനത്ത് പുറത്തു പോകുമ്പോൾ നല്ല ഒരു സ്വഭാവം വെളിവാക്കുക. കാരണം പുറത്തിങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു സ്വീകാര്യത ലഭിക്കും, ഒരു മഖ്ബൂലിയത്തിൽ ആമ്മ, ഒരു വ്യാപകമായ ഒരു പ്രസിദ്ധമായിരിക്കുന്ന മഖ്ബൂലിയത്ത് നമുക്ക് ഉണ്ടാക്കി തീർക്കുന്ന സംഗതിയാണ് പുറത്ത് നമ്മൾ നല്ല നിലയിൽ തവാദോട് സംസാരിക്കുമ്പോൾ. അതേ സ്ഥാനത്ത് വീട്ടിൽ പറയുമ്പോൾ അതിനൊന്നും ഇസ്സത്തും ഷുഹറത്തും ലഭിക്കില്ല. എന്നതിലേക്ക് പുറത്തു പോകുമ്പോൾ നല്ല നിലയിലും വീട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ വിപരീതം നടക്കുന്നത്. ഇതെല്ലാം ഹുബ്ബുൽ ജാഹിന്റെ ഒരു ആഗ്രഹം അവന്റെ മനസ്സിലുണ്ട് എന്നതിന്റെ അടയാളമാണ്. മാത്രമല്ല ചില സുന്നത്തായ കാര്യങ്ങളും അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ ഫർളുകളും വീട്ടാൻ വേണ്ടി വീഴ്ച വരുത്താറുണ്ട്. ഉമ്മ ഉപ്പയുടെ മാതാപിതാവിന്റെ അനുസരണത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. അതേ സ്ഥാനത്ത് ഭാര്യ മക്കളെ അതുപോലെ കുടുംബമിത്രാദികളെ ശരീഅത്തനുസരിച്ച് തർബിയത്ത് നടത്തുന്ന വിഷയത്തിലും അതുപോലെ സ്വന്തത്തിന് വേണ്ടിയും അവർക്ക് വേണ്ടി ഫർളായ ഇൽമുകൾ പഠിപ്പിക്കാനും അതിനെ തൊട്ട് ഗഫലത്തില്ലാതിരിക്കാൻ അശ്രദ്ധയില്ലാതിരിക്കാനുള്ള വിഷയത്തിലൊക്കെ ഒരുപാട് വീഴ്ചകൾ വരുത്താറുണ്ട്. എന്നാൽ ഇതെല്ലാം സത്യത്തിൽ ഈ സൽക്കർമ്മങ്ങൾക്കൊക്കെ പിന്നിലുള്ളത് ശുഹറത്ത് ആഗ്രഹിക്കുക എന്നതാണ്. ഹുബ്ബുൽ ജാഹ് ഉണ്ടാകുക എന്നല്ലക്ക് ഈ രോഗം മനസ്സിൽ വന്നതിന്റെ പേരിലാണ് ഇങ്ങനെ ഖൗലും ഫഇലും മറ്റൊന്ന് ആകുന്നത്. അതുപോലെ ഖൽവത്തും ജൽവത്തും രണ്ടാകുന്നത് ഇതിനു വേണ്ടിയാണെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 2 ഹദീസ് ഷരീഫ്, അള്ളാഹുവിന്റെ ത്വഅത്ത്, അള്ളാഹുവിന്റെ ഇബാദത്ത് അടിമകളെ ഭാഗത്തിലുണ്ടാകുന്ന മദ്ഹിനെ ഇഷ്ടപ്പെടലോടുകൂടെ ആകലിനെ തൊട്ട് രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ അമലുകളൊക്കെ നശിച്ചു പോകുമെന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഫിർദൗസുൽ അഖ്ബാർ 1567 ഹദീസിൽ കാണാം. 2ാമത്തെ ഹദീസ്, 2 വിശപ്പുള്ള ചന്നായകൾ ആടുകളെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ അത്ര ഒരു നാശമുണ്ടാവില്ല എത്രമാത്രം ഹുബ്ബുൽ മാലി ഹുബ്ബുൽ ജാഹി എന്ന് പറയുന്ന മനസ്സിന്റെ രോഗം മുസ്ലിമീങ്ങളുടെ ദീനിനെ നശിപ്പിക്കുന്നത് പോലെ എന്ന്
ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം തുർമുദി തങ്ങൾ കിതാബു സുഹദ് ബാബ് മാ ജാഅ ഫി അഖ്ദിൽ മാൽ എന്ന അധ്യായത്തിൽ 2383 ഹദീസിൽ ഉദ്ധരിച്ചത് കാണാം. മാത്രമല്ല ഹുബ്ബുൽ ജാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം മുഹമ്മദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീൻ 3-ാം വാല്യം രേഖപ്പെടുത്തിയതായി കാണാം. കാരണം ഹുബ്ബുൽ ജാഹ് അതുപോലെ റിയാ ഇതൊക്കെ നഫ്സിനെ നശിപ്പിക്കുന്നതിൽ അന്ത്യ തീരുമാനങ്ങളാണ്. നഫ്സിനെ നശിപ്പിക്കാൻ വേണ്ടി അവസാനമായി എത്തുന്ന ഒരു സാധനമാണ് ഹുബ്ബുൽ ജാഹ് എന്ന് പറയുന്നത്. അത് വഞ്ചനയിൽ പെടുത്തും. ഇത് ഈ വിഷയത്തിൽ ഹുബ്ബുൽ ജാഹിന്റെ വിഷയത്തിൽ ഇബ്ലീസ് മൽഊന് പലരെയും ചതിക്കും. ഇൽമിന്റെ അഹ്ലുകാരെയും ഇബാദത്തിന്റെ അഹ്ലുകാരെയും ആഖിറത്തിന്റെ മൻസില് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെയും ഈ ഹുബ്ബുൽ ജാഹ് എന്നതുകൊണ്ട് പരീക്ഷിക്കപ്പെടാൻ വളരെ കൂടുതൽ സാധ്യത ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഏറ്റവും കൂടുതൽ പേടിക്കുകയും അതിനെ തൊട്ട് കാവല് തേടുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കൾ എപ്പോഴും ഈ മഹാമഹത്തുക്കളെ പിൻപറ്റിക്കൊണ്ട് എപ്പോഴും ഈ വിഷയത്തിന് കാവല് തേടുകയും ചെയ്യലും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതിനു വേണ്ടിയാണ്. കാരണം ചില സമയത്തൊക്കെ നല്ലോണം ഇബാദത്ത് മറച്ചു വെച്ചിട്ട് നഫ്സിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും, ശുബഹത്തുകളൊക്കെ രക്ഷപ്പെടും. പക്ഷെ അതേ സ്ഥാനത്ത് ലാഹിറായ തെറ്റുകൾ രക്ഷപ്പെടുത്താൻ നോക്കും. അതേ സ്ഥാനത്ത് ജനങ്ങളടുക്കൽ പോയി കഴിഞ്ഞാൽ അവന്റെ അമലുകളൊക്കെ വെളിവാക്കാൻ നോക്കും. ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സ്വന്തത്തിന്റെ അമലുകൾ വെളിവാക്കി ചിലപ്പോൾ അതെല്ലാം ഹുബ്ബുൽ ജാഹിനിക്ക് ഒരു കാരണമായി പോകും എന്നതിനെ സൂക്ഷിക്കണമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല എല്ലാ സ്ഥലത്തും നമുക്കൊരു ബഹുമാനം ഉണ്ടാകണം, ശുഹറത്തുണ്ടാകണം, മഖ്ബൂലത്തുണ്ടാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവർത്തനങ്ങളും അത് വലിയൊരു ഡേഞ്ചർ ആയിരിക്കും എന്നും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഹുബ്ബുൽ ജാഹ് എന്ന് പറയുന്ന രോഗം കഠോരമായ മനസ്സിന്റെ രോഗമാണ്. അത് ഇല്ലാതെയാക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഇബാദത്തിൽ ഒരു താല്പര്യം ലഭിക്കാൻ എപ്പോഴും എല്ലാ വിഷയത്തിലും ജനങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസിദ്ധത ഉണ്ടാകണമെന്നോ എന്ന് ചിന്തിക്കാതെ നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നിലക്ക് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവരുടെയും മനസ്സുകൾ അല്ലാഹു തആല നിയന്ത്രിക്കാനും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട മനസ്സിനെ തവസ്സുലാക്കി അവിടുത്തെ അഅ്ളാഉ ശരീഫ് ആസാർ ശരീഫ് തവസ്സുലാക്കി മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും സആദത്തുദ്ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മനസ്സിന്റെ രോഗങ്ങൾ അങ്ങനെ ഓരോന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി താരീഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയതുപോലെ കുല്ലുഹും അഹ്മഖ് ഫീമാ ബൈനഹു വബൈന റബ്ബിഹി തആല. റബ്ബിന്റെ അടുക്കലും നമ്മുടെ അടുക്കൽ നോക്കുമ്പോൾ, അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ മുഹാസബത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അഹ്മഖുകളാണ്, വലിയ വിഡ്ഢികളാണ് എന്ന് താരീഖ് ബഗ്ദാദിൽ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിനെ ശുദ്ധീകരിക്കാൻ എപ്പോഴും കാവലെ തേടി നമ്മൾ അഹ്മഖിൽ പെടാതെ റബ്ബിന്റെ പൊരുത്തമുള്ള സ്വാലിഹീങ്ങളായ അടിമകളാകാൻ നാം ഒക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.